ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി അസാധുവാക്കി. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് അർഹത ഉണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇതോടെ ദേവികുളം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത അവസാനിച്ചു. ജസ്റ്റിസുമാരായ അഭയ സോക്ക, എ അമാനുള്ള, അഗസ്റ്റ്യൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പ്രസ്താവം നടത്തിയത്. ക്രിസ്തുമതത്തിലേക്ക് രാജ മതം മാറിയിരുന്നുവെന്നും അതിനാൽ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് കഴിയില്ല എന്നുമായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി. അതേസമയം ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതെന്നായിരുന്നു രാജയുടെ അഭിഭാഷകർ വാദിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികജാതി ഉത്തരവ് നിലവിൽ വന്ന 1950 ഓഗസ്റ്റ് 10 മുമ്പാണ് തൻ്റെ പൂർവികർ കേരളത്തിൽ കുടിയേറിയതെന്നായിരുന്നു രാജയുടെ വാദം. കുടിയേറുന്ന സമയത്ത് തമിഴ്നാട്ടിൽ സംവരണത്തിന് അർഹതയുണ്ടായിരുന്ന ഹിന്ദു പറയർ വിഭാഗക്കാരായിരുന്നു. അതിനാൽ കേരളത്തിലും സംവരണത്തിന് അർഹത തുടരുമെന്ന രാജയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. അതേസമയം തെളിവുകൾ കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി കേസിലെ എതിർകക്ഷിയും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന D. കുമാർ അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് ഈ രേഖകൾ പരിശോധിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതിൻ്റെ വിധിയുടെ പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷം മാത്രമിരിക്കെ ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആകാംക്ഷ നിലനിന്നിരുന്നു. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയോടെ ആ ആകാംക്ഷയ്ക്ക് വിരാമമായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.